പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ജാതി എന്ന വിഷയം ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ജാതികളുടെ വാതിൽ ആയിരുന്നവൾ ആര്? ഉത്തരം: യെരുശലേം. യെഹെസ്കേൽ 26:2. ക്വസ്റ്റ്യൻ: വെള്ളരിത്തോട്ടത്തിലെ തൂണിനോട് ഉപമിച്ചിരിക്കുന്നതെന്ത്? ഉത്തരം: ജാതികളുടെ മിഥ്യാമൂർത്തി. യിരെമ്യാവ് 10:5. ക്വസ്റ്റ്യൻ: ജാതികളുടെ അപ്പോസ്തലൻ. ഉത്തരം: പൗലോസ്. റോമർ 11:13. ക്വസ്റ്റ്യൻ: ജാതികളുടെ രാജാവ് എന്ന് ആദ്യം അറിയപ്പെട്ടവൻ. ഉത്തരം: തീദാൽ. ഉൽപ്പത്തി 14:9. ക്വസ്റ്റ്യൻ: ജാതികളുടെ മാതാവ്. ഉത്തരം: സാറ. ഉൽപ്പത്തി 17:6. ക്വസ്റ്റ്യൻ: ഉഗ്രതയും വേഗതയുമുള്ള ജാതി. ഉത്തരം: കൽദയർ. ഹബക്കൂക്ക് 1:6. ക്വസ്റ്റ്യൻ: ജാതികളിൽ മുമ്പൻ ആര്? ഉത്തരം: അമാലേക്ക്. സംഖ്യാപുസ്തകം 24:20. ക്വസ്റ്റ്യൻ: തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയെക്കുറിച്ച് പ്രസ്താവിച്ച അപ്പോസ്തലൻ. ഉത്തരം: പത്രോസ്. 1 പത്രോസ് 2:9. ക്വസ്റ്റ്യൻ: ജാതികളിൽ മഹതിയായവൾ എന്ന് യിരെമ്യാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെ? ഉത്തരം: യഹൂദ. വിലാപങ്ങൾ 1:1. ക്വസ്റ്റ്യൻ: ജാതികളുടെ ചന്തയായിരുന്ന ദേശം ഏത്? ഉത്തരം: സോർ. യെശയ്യാവ് 23:3. ക്വസ്റ്റ്യൻ: സമുദ്രതീര നിവാസികൾ എന്ന് സെഫന്യാവ് പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം: ക്രേത്യജാതി. സെഫന്യാവ് 2:5. ക്വസ്റ്റ്യൻ: ജാതികളുടെ മേൽ അധികാരം നടത്തുന്നത് ആര്? ഉത്തരം: മഹത്തുക്കൾ. മത്തായി 20:25. ക്വസ്റ്റ്യൻ: ജാതികളിലെ ബാലസിംഹം. ഉത്തരം: മിസ്രയീം രാജാവായ ഫറവോൻ. യെഹെസ്കേൽ 32:2. ക്വസ്റ്റ്യൻ: ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടവരെ യോഗ്യമാകുംവണ്ണം യാത്ര അയക്കുവാൻ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം: യോഹന്നാൻ. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 1:7. ക്വസ്റ്റ്യൻ: യഹോവ ജാതികളുടെ ഇടയിൽ അല്പമാക്കിയത് ആരെ? ഉത്തരം: ഏദോമിനെ. ഓബദ്യാവ് 1:2. ക്വസ്റ്റ്യൻ: ജാതിയെ ഉയർത്തുന്നതെന്ത്? ഉത്തരം: നീതി. സദൃശവാക്യങ്ങൾ 14:34. ക്വസ്റ്റ്യൻ: സകല ജാതികളുടെയും മനോഹര വസ്തു. ഉത്തരം: മശീഹ. ഹഗ്ഗായി 2:7. ക്വസ്റ്റ്യൻ: കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ എന്ന് യഹോവയോട് ചോദിച്ചതാര്? ഉത്തരം: അബിമേലെക്ക്. ഉൽപ്പത്തി 20:7. ക്വസ്റ്റ്യൻ: 2 ജാതികൾ ഉണ്ടായത് ആരുടെ ഉദരത്തിൽ നിന്നാണ്? ഉത്തരം: റിബേക്കയുടെ. ഉൽപ്പത്തി 25:23. ക്വസ്റ്റ്യൻ: പാപമുള്ള ജാതിയെക്കുറിച്ച് പ്രവചിച്ചതാര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 1:4. ക്വസ്റ്റ്യൻ: യഹോവ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് എവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം: യഹോശാഫാത്ത് താഴ്വരയിൽ. യോവേൽ 3:12.
ക്വസ്റ്റ്യൻ ആരുടെ കീർത്തിയാണ് ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നത്? ഉത്തരം ശലോമോന്റെ കീർത്തി. 1 രാജാക്കന്മാർ 4:31. ക്വസ്റ്റ്യൻ ഏതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും എൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം സൻഹേരിബ്. 2 ദിനവൃത്താന്തം 32:10-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും ഭയപ്പെട്ട് വിറച്ചത് ആരുടെ മുമ്പിൽ? ഉത്തരം നെബൂഖദ്നേസർ രാജാവിൻ്റെ. ദാനിയേൽ 5:19. ക്വസ്റ്റ്യൻ ബഹുജാതികൾക്ക് പിതാവ്? ഉത്തരം അബ്രഹാം. ഉൽപ്പത്തി 17:4. ക്വസ്റ്റ്യൻ ആരുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയും? ഉത്തരം ജാതികളുടെ. ലൂക്കോസ് 21:24. ക്വസ്റ്റ്യൻ നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കിവെക്കപ്പെട്ട പ്രവാചകൻ? ഉത്തരം ഇരമ്യാവ്. ഇരമ്യാവ് 1:10. ക്വസ്റ്റ്യൻ വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം മെമൂഖാൻ. എസ്തേർ 1:16. ക്വസ്റ്റ്യൻ നെഹമ്യാവിൻ്റെ കാലത്ത് അന്യജാതിക്കാരായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരുടെ മക്കൾ സംസാരിച്ച പാതിഭാഷ? ഉത്തരം അസ്തോദ്യ ഭാഷ. നെഹമ്യാവ് 13:23-24 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നീ വക ഒക്കെയും അന്വേഷിക്കുന്നത് ആരെ? ഉത്തരം ലോകജാതികൾ. ലൂക്കോസ് 12:30. ക്വസ്റ്റ്യൻ യഹോവ അണിയിച്ച അലങ്കാരം കൊണ്ട് സൗന്ദര്യം പരിപൂർണമായതിനാൽ ആരുടെ കീർത്തിയാണ് ജാതികളിൽ പരന്നത്? ഉത്തരം യെരുശലേം. യെഹെസ്കേൽ 16:2-14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ജാതികളുടെ മ്ലേച്ഛാചാരപ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ച രാജാവ് ആര്? ഉത്തരം ആഹാസ്. 2 ദിനവൃത്താന്തം 28:3. ക്വസ്റ്റ്യൻ ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം മോശ. റോമർ 10:19. ക്വസ്റ്റ്യൻ ചുറ്റുമുള്ള സകല ജാതികൾക്കും യഹോവ പരിഭ്രമപാത്രമാക്കുന്നതെന്തിനെ? ഉത്തരം യെരുശലേമിനെ. സഖര്യാവ് 12:2. ക്വസ്റ്റ്യൻ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മലാഖി. മലാഖി 1:14. ക്വസ്റ്റ്യൻ അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം യെശയ്യാവ്. റോമർ 15:2. ക്വസ്റ്റ്യൻ ആരുടെയൊക്കെ ബലം നശിപ്പിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്തു? ഉത്തരം ജാതികളുടെ രാജ്യങ്ങളുടെ. ഹഗായി 2:22. ക്വസ്റ്റ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള സ്ത്രീയുടെ ജാതി? ഉത്തരം സുറഫൊയ്നിക്യ ജാതി. മർക്കോസ് 7:25-26 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്ന് പേർ പറയുന്നത് ആരെ? ഉത്തരം ഏദോം. മലാഖി 1:4.
ക്വസ്റ്റ്യൻ: എന്തിൻ്റെയൊക്കെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും? ഉത്തരം: കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം. ലൂക്കോസ് 21:25. ക്വസ്റ്റ്യൻ: അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്ന് തോന്നുന്നത് ആർക്ക്? ഉത്തരം: ജാതികൾക്ക്. മത്തായി 6:7. ക്വസ്റ്റ്യൻ: സകല ജാതികളും ആരുടെ നാമത്തിലാണ് നടക്കുന്നത്? ഉത്തരം: താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ. മീഖ 4:5. ക്വസ്റ്റ്യൻ: എന്തു തിന്നും എന്തു കുടിക്കും എന്നീ വക ഒക്കെയും അന്വേഷിക്കുന്നത് ആര്? ഉത്തരം: ലോകജാതികൾ. ലൂക്കോസ് 12:30. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയത് എന്ത്? ഉത്തരം: യഹോവയുടെ വിശുദ്ധനാമം. യെഹെസ്കേൽ 36:21. ക്വസ്റ്റ്യൻ: ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ ആരുടെ പ്രതാപത്തെ ശൂന്യമാക്കും? ഉത്തരം: മിസ്രയീമിൻ്റെ. യെഹെസ്കേൽ 32:12. ക്വസ്റ്റ്യൻ: ജാതികളുടെ അവകാശം യഹോവ കൊടുത്തതാർക്ക്? ഉത്തരം: സ്വജനത്തിന്. സങ്കീർത്തനങ്ങൾ 111:6. ക്വസ്റ്റ്യൻ: ദൈവം എവിടെ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു? ഉത്തരം: മിസ്രയീം. സങ്കീർത്തനം 80:8. ക്വസ്റ്റ്യൻ: ആരെക്കുറിച്ചാണ് ജാതികളുടെ ഇടയിൽ ഉഴന്നു നടക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: എഫ്രയീം. ഹോശേയ 9:17. ക്വസ്റ്റ്യൻ: ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ എന്ത് നീ പഠിക്കരുത്? ഉത്തരം: മ്ലേച്ഛതകൾ. ആവർത്തന പുസ്തകം 18:9. ക്വസ്റ്റ്യൻ: ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് വക്രതയായി വെളിപ്പെട്ടു വരുന്നത് എന്ത്? ഉത്തരം: ന്യായം. ഹബക്കൂക്ക് 1:4. ക്വസ്റ്റ്യൻ: യഹോവ വാഴുന്നു എന്ന് ആരുടെ മധ്യേ ഘോഷിക്കണം? ഉത്തരം: ജാതികളുടെ. 1 ദിനവൃത്താന്തം 16:31. ക്വസ്റ്റ്യൻ: കൂരിരുട്ട് മൂടുന്നത് ആരെ? ഉത്തരം: ജാതികളെ. യെശയ്യാവ് 60:2. ക്വസ്റ്റ്യൻ: സകല ജാതികൾക്കും അടുത്തിരിക്കുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ നാൾ. ഓബദ്യാവ് 1:15. ക്വസ്റ്റ്യൻ: ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താൻ്റെ ഭവനത്തിൽ എങ്ങനെ കിടന്നുറങ്ങുന്നു? ഉത്തരം: മഹത്വത്തോടെ. യെശയ്യാവ് 14:18. ക്വസ്റ്റ്യൻ: നാശത്തിൻ്റെ അരിപ്പ കൊണ്ട് അരിക്കേണ്ടത് ആരെയാണ്? ഉത്തരം: ജാതികളെ. യെശയ്യാവ് 30:28. ക്വസ്റ്റ്യൻ: ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം: പൗലോസ്. 1 തിമോഥെയോസ് 2:7. ക്വസ്റ്റ്യൻ: ജാതികളുടെ ദേവന്മാർ. ഉത്തരം: മിഥ്യാമൂർത്തികൾ. സങ്കീർത്തനം 96:5. ക്വസ്റ്റ്യൻ: വിശുദ്ധ സന്തതികൾ ദേശനിവാസികളായ ജാതികളോട് ഇടകലർന്നതിൽ ഒന്നാമതെത്തിയതാരെല്ലാം? ഉത്തരം: പ്രഭുക്കന്മാരും പ്രമാണികളും. എസ്രാ 9:2. ക്വസ്റ്റ്യൻ: ആരെ ശിഷ്യന്മാരാക്കുവാനാണ് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത്? ഉത്തരം: സകല ജാതികളെയും. മത്തായി 28:20. ക്വസ്റ്റ്യൻ: നീ മഴക്കോൾ പോലെ കയറി വരും,
നീയും നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. ഏതു ദേശം? ഉത്തരം ഗോഗുദേശം. യെഹെസ്കേൽ 38:2-9 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.